ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐൻസ് വ്ളോഗ്. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ചാനൽ തുടങ്ങുമെന്ന്. അങ്ങനെ ചാനലൊക്കെ സെറ്റാക്കി വെച്ചപ്പോൾ പിന്നെന്താ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു മട്ടൻ കറി. എന്നാൽ പിന്നെ ആദ്യം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് കിച്ചണിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 1 കിലോ മട്ടൻ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് എന്നാൽ പിന്നെ ഒന്ന് നോക്കിക്കളയാമെന്ന് ഞാനും നിന്നു കേട്ടോ. അപ്പോൾ മട്ടൻ കറിക്കായിട്ട് ഉമ്മച്ചി ഇവിടെ എടുത്തിട്ടുള്ളത് 2 തക്കാളിയും 2 വലിയുള്ളിയും പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളി, ചെറിയ ഉള്ളി. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് റെഡിയടിച്ചു. ഇതേ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇതിനിപ്പോൾ അടുപ്പത്ത് വെക്കേണ്ട പണിയാ ബാക്കിയുള്ളൂ. അപ്പോൾ ദേ ഉമ്മച്ചി അടുപ്പത്ത് ചെമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്പൊന്ന് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കണം. അപ്പോൾ ഓയിൽ ഒഴിച്ചു കേട്ടോ. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഉമ്മ കുറച്ച് പട്ട ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമ്പൂവും ഏലക്കയും പെരുംജീരകമൊക്കെ ആണ് കേട്ടോ ഇട്ടത്. അതിൻ്റെ അടുത്തേക്ക് ശരിക്കും അങ്ങോട്ട് പോയി പിടിക്കാൻ പറ്റിയില്ല. എണ്ണ കുറച്ച് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നേ. എന്നാലും ഞാൻ പോയി ഒന്ന് എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ വലിയുള്ളിയാണ് കേട്ടോ ഇട്ടത്. വലിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെന്താ പരിപാടി, എപ്പോഴത്തേം പോലെ തന്നെ ഇതിങ്ങനെ വഴണ്ടു വരുന്നവരെ കാത്തിരിക്കണം. അങ്ങനെ ഇളക്കി വലിയുള്ളി ഇതേ നല്ലോണം ഒന്ന് വഴണ്ടു വന്നപ്പോൾ ഉമ്മ ബാക്കിയുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചെറിയുള്ളി ഇട്ടു കേട്ടോ. അപ്പോൾ ഈ ചെറിയുള്ളി ഇടുമെന്നുള്ളത് എനിക്കൊരു സംശയമായിരുന്നു. അങ്ങനെ ഞാൻ ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടുമെന്ന്. അങ്ങനെ ഉമ്മ വഴറ്റി ഇതേ ഈ പരുവാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് ഉമ്മ തക്കാളി കേട്ടോ ഇട്ടത്. അങ്ങനെ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ആഹാ, ഈ സമയം നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ മണവും പഠിച്ചു വന്നപ്പോൾ ദേ ഉമ്മ ഇടുന്നു മഞ്ഞൾപ്പൊടി, മുളകുപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയും ഇട്ട് പിന്നെയും വീണ്ടും ഇളക്കൽ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നത് എന്തോ ഒരു സാധനം ഉമ്മ മറന്നു വയ്ക്കണല്ലോ. അതെന്തായിക്കോട്ടെ, എന്തായാലും ഉമ്മ മട്ടൻ ഇട്ടു കേട്ടോ. മട്ടൻ ഇട്ടിട്ട് ഉമ്മ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തു കേട്ടോ. മസാലയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെല്ലാം എടുത്തു. അന്നേരമാണ് മറന്നുപോയ സാധനം ദേ ഉമ്മ കൊണ്ടിരുന്ന് ഉപ്പ്. ഇനിയിപ്പോൾ ഇത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മട്ടൻ ഇട്ടതിന് ശേഷം ഉമ്മ ഇട്ടതാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അതെല്ലാം ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉമ്മ പാത്രത്തിൻ്റെ മൂടി അങ്ങ് അടച്ചു. ഇതെന്താ മട്ടനിൽ വെള്ളം ചേർക്കാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഉമ്മ മൂടിയും തുറന്നിട്ടിട്ട് ഇതേ തിളയ്ക്കുന്ന മട്ടൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമാധാനമായത്. എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഉമ്മ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു. മട്ടനല്ലേ നന്നായിട്ടൊന്ന് വെന്തോട്ടെന്നേ. അപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് അപ്പോൾ ഇതായിരുന്നു കേട്ടോ. അതിൻ്റെ കാണാനും മൊഞ്ചുണ്ടായിരുന്നു, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചാനൽ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.